സൈബർ ആക്രമണം ആരുടെ പേര് നടത്തിയാലും അത് ശരിയല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട ഒരാൾ ഞാനാണ്. ഇപ്പോഴത്തെ ഈ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ്സുകാരല്ല സത്യത്തിലുള്ളത്. ഈ സന്ദർഭം മുതലെടുത്തുകൊണ്ട് CPM-ഉം അവരുമായി ബന്ധമുള്ള സംഘടനകൾ ഞങ്ങൾ പരിശോധിച്ചു. ധാരാളം സൈബർ ആക്രമണം നടത്തി കോൺഗ്രസ്സിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്താനുള്ള ശ്രമമാണ്. ഉണ്ണിത്താനെതിരായി ആരെങ്കിലും ഈ സൈബർ ആക്രമണം നടത്തുന്നത് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അത് ശരിയുമല്ല. ഉണ്ണിത്താൻ മാത്രമല്ല, ആരുടെ പേരിലും ചെയ്യാൻ പാടില്ല. പറഞ്ഞില്ലല്ലോ. അല്ല, ഉണ്ണിത്താൻ പറഞ്ഞില്ലല്ലോ. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും വളരെ രൂക്ഷമായ ഭാഷയിൽ ചീത്ത വിളിക്കുകയാണ്. ഭൂരിഭാഗവും കോൺഗ്രസ് പ്രവർത്തകരാണ്. ഒന്നിത നമ്മളെ MP ഉണ്ണിച്ചാന്ന് പറഞ്ഞൊരു പേജ്, പിന്നെ ഇത് കുറേ കോൺഗ്രസ് പ്രവർത്തകരാണ്. അത് ഞാൻ പറയട്ടെ, അതെ ഞാൻ കാണുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല. ആർക്കെതിരായിട്ടാണേലും സോഷ്യൽ മീഡിയയിൽ നമുക്കെല്ലാവർക്കും എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മളാരും വിചാരിച്ചാൽ നിയന്ത്രിക്കാനും പറ്റില്ല. ലോകത്തെമ്പാടും ഇവിടെ ഇരുന്നുകൊണ്ടല്ല പലരും ചെയ്യും. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ്. ഒരു കാര്യമില്ല. അതൊരു തെറ്റായ പ്രവണത തന്നെയാണ്. അല്ല, M മുകേഷിനെതിരെയുള്ള നടപടി പിന്നെ എടുത്ത ശേഷം ആവട്ടെ. ആദ്യം കേസ് അതായിരുന്നല്ലോ. M മുകേഷ് MLA വളരെ നാളുകൾക്ക് മുമ്പാണല്ലോ ഈ കേസിൽ പ്രതിയായി ഇപ്പം ജാമ്യം എടുത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തോ, സ്ഥാനത്തുനിന്ന് മാറ്റിയോ, അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ടോ? അതൊന്ന് കഴിഞ്ഞിട്ട് ആലോചിക്കും. ഞങ്ങൾ ഇത്രയും നടപടിയൊക്കെ എടുത്തില്ലേ. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി, ഒരു പരാതിയില്ലായിരുന്നു. ഒരു പരാതി ഉണ്ടായിരുന്നില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ സമാനമായ കേസുകളിൽ CPM എന്ത് ചെയ്തു? അത് വളരെ പ്രസക്തമായ ചോദ്യമല്ലേ. പാർട്ടി ഏകകണ്ഠമായിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റാനും തീരുമാനിച്ചത്. പാർട്ടിക്കകത്തൊന്നുമില്ല, അത് ഓരോ വ്യക്തികൾ ചെയ്യുന്നതായിരിക്കും. അതിനാണ് പാർട്ടി അങ്ങനെ ബ്രിഗേഡ് ഉണ്ടാക്കും. സുഹൃത്തെ, ഇപ്പം ഹാൻഡിലുകൾ എന്ന് പറഞ്ഞാൽ ഏത് വ്യാജ ഹാൻഡിലും ഉണ്ടാക്കാവുന്ന ഒരു കാലമാണ്. അവിടെ നോക്കി എന്തെല്ലാം എന്നെപ്പറ്റി എന്തെല്ലാം വരുന്നുണ്ട്. ഓരോ ദിവസവും നമ്മളെ വിമർശിക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് നിലപാടുണ്ടായിരുന്ന ആളാണ്. എന്നെ വിമർശിച്ചിട്ടുണ്ട്. ഞാനതിന് വലിയ ഗൗരവമായി എടുത്തില്ല. കാരണം ഫേക്ക് അക്കൗണ്ടിൽ ആളുകൾ ചുമ്മാ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഇങ്ങനെ അടിച്ചാൽ നമ്മളെ ജനങ്ങൾക്കറിയില്ലേ. 19 വർഷമായല്ലോ നമ്മൾ ഈ തൊഴിലുമായിട്ട് ഇറങ്ങിയിട്ട്. നമ്മളെ ജനങ്ങൾക്കറിയില്ലേ. നിയമത്തിൻ്റെ വഴിക്ക് പോകും, അത്രേ ഉള്ളൂ. അല്ലല്ല, ഞാൻ സന്ദീപ് ബാലനോട് ചോദിച്ചു രാവിലെ, ഞാൻ നിങ്ങളെ കാണുന്നുള്ളത് കൊണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് അവർ ഒരു യുവമോർച്ചയുടെ ഒരു പ്രവർത്തകനാണ് അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ കിട്ടിയ ഫോട്ടോ അന്ന് കൊടുത്തതാണ്, ഇപ്പോൾ പലരും എടുത്തിട്ടതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പൊന്നുമില്ല ഇവിടെ. പിന്നെ ഞങ്ങൾക്കാണ് ഇൻസ്റ്റൻറ്റ് ഗ്രൂപ്പ് ഉണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.